എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം 15ഓളം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 10 വെളുത്തുള്ളി അല്ലി ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 4 കഷ്ണം പുളി നല്ല ചൂടുവെള്ളത്തിൽ ഇവിടെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ അയലയാണ് ഇവിടെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാം. മൺചട്ടി ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എണ്ണ ഇതുപോലെ സ്പൂണിൽ കോരിയിട്ട് ആ ചട്ടിയുടെ എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കടുകിന് ഇഷ്ടമില്ലാത്തവർ കടുക് ഒഴിവാക്കാം. ഇനി അതൊന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ ആദ്യം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത മണം വരും. അപ്പോൾ അതുവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 10 വെളുത്തുള്ളി അല്ലി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചുവന്നുള്ളി അരിഞ്ഞതുണ്ടല്ലോ, അതുകൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വഴറ്റി കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി അതൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുമ്പോൾ അതെല്ലാം ഒന്ന് സൈഡിലേക്ക്, ചട്ടിയുടെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 3 ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തീരെ എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അളവ് ക്രമീകരിക്കണം കേട്ടോ. ഇനി ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ആ പൊടികളുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പുളിയോട് കൂടിയിട്ടാണ് 1/2 കപ്പ് വെള്ളമുണ്ട്, അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനുള്ള വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര മീനാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം മീഡിയത്തിലും കൂടുതൽ ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു പൊടി ഞാൻ കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അയല മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേ ഒരു അളവിൽ കറി തയ്യാറാക്കിയെടുക്കാം. ഇനി ആ കഷ്ണങ്ങൾ പതുക്കെ നമുക്ക് ആ ഗ്രേവിയിലേക്കൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പതുക്കെ സ്പൂൺ വെച്ചൊന്ന് താഴ്ത്തി കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിലേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് തിളപ്പിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തിളച്ച് ഗ്രേവി ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സ്പൂണിട്ട് ഇളക്കരുത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല അതുപോലെ കപ്പ വേവിച്ചതിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.